നിലക്ക് ആ വകുപ്പ് ഇനി ഒരു തർക്കത്തിന് കാത്തു നിൽക്കാതെ വകുപ്പ് സ്വയം മനസ്സാലെ അന്തസ്സോടുകൂടി ഒഴിഞ്ഞു പോകുന്നതല്ല എൻ്റെ അന്തസ്. ഇവിടെ താമസിക്കുന്ന ജനവിഭാഗങ്ങളെ കുടിയിറക്കി അതാണോ ദൈവത്തിന് നിരക്കുന്ന പ്രവൃത്തി എന്ന് വകുപ്പ് ചിന്തിക്കണം. ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. എനിക്ക് പറയുവാനുള്ളത്, ഈ സംസ്ഥാന ഗവൺമെന്റ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തൊട്ടടുത്ത ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം ഇതുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ മീറ്റിംഗിൽ എല്ലാ ആളുകളും ശുഭപ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കുകയാണ്, എന്തിനാണ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത്? ഈ ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നത് അത് സംസ്ഥാന ഗവൺമെന്റ് അല്ലല്ലോ. ഉപതെരഞ്ഞെടുപ്പ് അതിന്റെ സൗകര്യം മാത്രം ചെയ്തുകൂടെ? അതിന് ഉദ്യോഗസ്ഥരുണ്ട്. തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കമ്മീഷൻ നടത്തിക്കോളും. അവിടെ മത്സരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളാണ്. അവിടെ ആര് മത്സരിക്കുന്നത് അതാണ് രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിച്ചുകൊള്ളും. ഗവൺമെന്റ് അത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും അവിടെ പോയി ക്യാമ്പടിച്ച് ഇതുപോലെയുള്ള നീറുന്ന പ്രശ്നങ്ങൾ